ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾ അറിയേണ്ടത് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ എനർജി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, റെസനേറ്റ് ചെയ്യുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, കാർഡ് നോക്കാം. എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് ഗൈഡൻസ്? എന്താണ് ഇന്നത്തേക്കുള്ള ഗൈഡൻസ്? വളരെ പോസിറ്റീവ് ആയിരിക്കണേ. ബി പോസിറ്റീവ്. കാർഡുകൾ ചാടിപ്പോയല്ലോ. എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഓക്കെ, 6 of Wands, Ace of Cups, Strength, 4 of Swords, 4 of Pentacles, Sun card, 10 of Wands, Knight of Wands, ബോട്ടം കാർഡ് വന്നിരിക്കുന്നത് 7 of Cups ആണ്. ഓക്കെ, കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 6 of Wands, Ace of Cups, Strength കാർഡ്, 10 of Wands, 4 of Swords, 4 of Pentacles, Sun കാർഡ്, Knight of Wands, ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 7 of Cups ആണ്. ഓക്കെ, ഇവിടെ 6 of Wands പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രോഗ്രസ്സിലേക്ക് പോവുകയാണ്. വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ 6 of Wandsൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള മറ്റുള്ളവരുടെ സംസാരത്തിലൂടെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യം പറയുകയും അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നൊരു ഇതായിരിക്കാം. അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലരും കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് പാർട്ടി കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് പാർട്ടി തരുന്നതായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന രീതിയിൽ നല്ല രീതിയിൽ ആഘോഷത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുന്നതായിട്ടും ആരവങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഒത്തുകൂടി ഒരുമിച്ച് മേളങ്ങളും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടാനും എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ളൊരു എനർജിയാണ് ഇവിടെ 6 of Wandsൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സക്സസ് തന്നെയാണ് കാണുന്നത്, ഒരു വിക്ടറി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അടുത്തത് Ace of Cups ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ വിട്ട് കളയുന്നതായിട്ടും പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വയം പാമ്പർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ Ace of Cupsൽ കാണുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ എപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലവ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ലവ് നിങ്ങളിലേക്ക് ഒരു ഓഫർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു സമയം അതിലേക്ക് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ Ace of Cupsൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളായിരിക്കാം, നല്ല സൗഹൃദങ്ങളായിരിക്കാം,
നല്ല സഹപ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ആയിരിക്കാം. അതുപോലെ തന്നെ ചിലർക്കൊക്കെ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു പുതിയ തുടക്കമായിരിക്കാം. ഒരു സ്പിരിച്വലി നിങ്ങളൊരു പുതിയൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുകയോ ആ ഒരു രീതിയിലൊരു ഓഫറായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചിലർക്കൊരു മാരേജ് പ്രപ്പോസലുമായിരിക്കാം, ഒരു മാരേജ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മാരേജ് പ്രപ്പോസൽ. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, പരസ്പരം ആ ഒരു സ്നേഹം കൈമാറിയതിൻ്റെ ആ ഒരു റിസൾട്ടിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. യൂണിവേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ആ ഒരു ബാലൻസിലുള്ള ഗിഫ്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത് എന്നാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയുടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. അടുത്തത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും വളരെയധികം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാവരെയും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. എല്ലാവരിലേക്കും ഒരു സ്നേഹം, നിങ്ങളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഏറ്റവും ഇന്നറായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത്, അത് സ്നേഹമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എനർജി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം ധൈര്യത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെയധികം ഇമോഷണലി സ്റ്റേബിളും ആയിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നതെന്നാണ് ഇവിടെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെയധികം പാഷനേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാവരെയും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും കൂടിയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പാഷനേറ്റും കൂടി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു. സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്താൻ എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക്, ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കും എല്ലാവരോടും പെരുമാറുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം കൊണ്ടെല്ലാം നേടാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 10 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ വളരെയധികം ഓവർ ബേർഡൻഡ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്നുണ്ടാവും. എങ്കിലും ഇടയ്ക്ക് കുറച്ച് സമയമെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വർക്ക് ഹോളിക്കാണ്, നിങ്ങൾക്കത് ഇഷ്ടവുമാണ്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൽ വിഷമവും തോന്നും. എങ്കിലും നിങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ. അതായത് എക്സ്ട്രാ നിങ്ങൾ ചെയ്യുന്നതിലും കൂടുതലുള്ള അധികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ചുമലിലേറ്റേണ്ടതായിട്ടും അത് ചെയ്യേണ്ടതായിട്ടും നിങ്ങളത് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ, അങ്ങനൊരു ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതിൽ സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സൈക്കിൾ തുടങ്ങുകയാണ്. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ്, അതായത് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ആണ് ഇനി വരുത്താനും നിങ്ങളിലേക്ക് സ്റ്റെബിലിറ്റിയും ആണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നതാണ് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 4 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ പലരും അതായത് വളരെയധികം വിഷമിച്ച് ഡിപ്രഷനിലൊക്കെ ഉള്ള ഒരു വ്യക്തികൾ യൂണിവേഴ്സിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പലരും ആ ഒരു സറണ്ടറിങ് മോഡിലാണ് ഉള്ളത്. എല്ലാം എൻ്റെ ഇതുവരെയുള്ളതിനെല്ലാം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇനി മുന്നോട്ടേക്ക് കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ ഒരു സറണ്ടറിങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എന്താ പറയുക, ഒന്നിക്കൽ ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നതായിരിക്കാം, എന്നിട്ട് അവിടെയെല്ലാം ആ പാദങ്ങളിൽ അർപ്പിക്കുന്നതായിരിക്കാം. എവിടെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, പള്ളിയിൽ പോകുന്നതായിരിക്കാം, അവിടെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സറണ്ടർ ചെയ്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.
ഒരു സറണ്ടറിങ് മോഡ്, റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ പുതിയൊരു സ്റ്റെപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ആ ഒരു റെസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഈ 4 ഓഫ് സോർട്സിൻ്റെ എനർജി കാണുന്നത്. അതുപോലെ തന്നെ ചിലരൊക്കെ ചിലപ്പോൾ കാലുവേദന, നടുവേദന, പുറം വേദനയൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നതായിട്ടും, ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ 4 ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളെ തന്നെ മാറ്റുന്ന രീതിയിൽ ഇതുവരെയുള്ള ആ ഒരു എനർജിയിൽ നിന്നും ആ ഒരു വിഷമകരമായ ഘട്ടം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ട് യൂണിവേഴ്സിൽ നൽകിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിനെ ആയിട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർ വളരെയധികം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഒരു സോളിറ്റ്യൂഡിലൂടെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിലൂടെ അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും ആ ഒരു രീതിയിലാണ് ഇവിടെ 4 ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 4 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ വളരെയധികം എല്ലാത്തിലും ഒരു കൺട്രോൾ വെക്കുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ടും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ വളരെയധികം കൺട്രോൾഡ് ആയിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും ഒരു പിടിച്ചു വെക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു പിശുക്ക് കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഒരു പിശുക്ക് കാണിക്കുന്നുണ്ടാകും, അത് പണത്തിൻ്റെ കാര്യത്തിലായാലും ഒരു പിശുക്ക്, നിങ്ങളിൽ നിന്ന് ഒന്നിനെയും വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾ എല്ലാത്തിനെയും തടഞ്ഞു നിർത്തുന്നതായിട്ട് ഉള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ഒരു ഭയത്തിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എല്ലാം ഒരു സെക്യൂർഡായിട്ട് വെക്കുന്ന പോലുള്ളൊരു എനർജിയാണ് ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസിൽ ഇവിടെ കാണുന്നത്. ചുറ്റിലും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങളത് കാണാനോ ഒന്നും തയ്യാറല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കൂടുതൽ അടുക്കാനും തയ്യാറാകാത്ത രീതിയിൽ മറ്റുള്ളവരുമായിട്ടൊരു അകൽച്ച പാലിക്കുന്നതായിട്ടും ഇവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഞാൻ കൂടുതൽ അവരുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ ആയാലും നിങ്ങളുടെ കൂടെയുള്ള എന്ത് എനർജീനെ ആയാലും നിങ്ങൾ ആ ഒരു ഭയം മൂലം മറ്റുള്ളവരിലേക്ക് പോകുമോ എന്നുള്ള ഭയം മൂലം ഓവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഒരു ഫ്ലോ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ഒഴുക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മളിലേക്കും ഉള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. ആ ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ നിന്നും മാറുക. അറിവായാലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്. പണമായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, പക്ഷെ സൂക്ഷിച്ച് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോടുകൂടി വേണ്ടുന്നവർക്ക് വേണ്ട രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും ആണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഓവർ കൺട്രോളിങ് ആയതുകൊണ്ട് തന്നെ പലരും നിങ്ങളുടെ വിട്ടുപോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. ഈ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള കാര്യം പല നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ഈ ഒരു ഓവർ കൺട്രോളിങ് കാരണമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. ഓക്കെ, അനാവശ്യ കാര്യം ചവിട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാത്തിനെയും ഒന്ന് മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എപ്പോഴും സ്കെയർസിറ്റി എന്നുള്ളത് പറയാതിരിക്കുക. ഇല്ല എന്നുള്ള പറയുന്നതിനെക്കാട്ടിലും എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത്. അടുത്ത സൺ കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഈവൻ ബ്രീത്ത് എടുക്കുമ്പോൾ പോലും വളരെയധികം നിങ്ങൾക്കൊരു ഒരു കൂൾ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്
നിങ്ങൾക്ക് ഈ ഒരു ദിവസം തോന്നുന്നുണ്ടാവാം. എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു. എല്ലാത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാത്തിനെയും വളരെയധികം പോസിറ്റീവായിട്ട് കാണാനും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വലി കണക്ട് ചെയ്യുന്നവർക്കൊക്കെ, സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ പുതിയൊരു ഹോപ്പ് അവരിലേക്ക് വരുന്നതായിട്ടും, പുതിയ രീതിയിൽ ഒരു എനർജി, ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ വരുന്നതായിട്ടും, ഒരു കുട്ടിയുടെ എനർജിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും, മറ്റുള്ളവർ ആ ഒരു കുട്ടിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, സന്തോഷം, അതുപോലെ തന്നെ ഫൺ, വളരെയധികം എൻജോയ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചൈൽഡ് ബർത്തൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. എല്ലാ കാര്യത്തിനെയും വളരെയധികം പോസിറ്റീവായിട്ട് കാണാനും കുട്ടികളെ പോലെ വളരെയധികം എൻജോയ് ചെയ്യാനും നിങ്ങൾക്കുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടെയാണ് ഇവിടെ സൺ കാർഡിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. നാളെ അല്ല, ആ ഒരു ഇന്നായില്ലെങ്കിലും നാളെ ആയാലും ആ ഒരു എനർജി നിങ്ങളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടെയാണ് ഇവിടെ കാണുന്നത്, സൺ കാർഡിൻ്റെ എനർജി. അടുത്ത നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും, വളരെ ഉത്സാഹത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നു. നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതായിട്ടും, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചില അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. എല്ലാത്തിലും ഒരു സാഹസികതയൊക്കെ കണ്ട് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് ഓടിച്ചാടി ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരു യൂത്ത്ഫുൾ എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അതുപോലെ ഒന്നിനെയും നിങ്ങൾ പേടിക്കുന്നില്ല, എന്ത് കാര്യം തന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ എനർജി ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു ഫയർ എലമെൻറ്റും കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു എനർജിയെ കൂടുതൽ അങ്ങ് ഇതാവാതെ കുറച്ചൊന്ന് കൺട്രോൾഡ് ആവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില ഇതിലൊക്കെ ആവേശം കൊണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിലും കൂടുതൽ ആവേശം കൊണ്ട് ഇതാക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെയുള്ള ഒരു ഫയർ എലമെൻ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരാനും ചൂടാവാനുള്ള ഇതൊക്കെ ഉണ്ടാവും, ആ ഒരു ടെൻഡൻസി ഉണ്ടാവാം. അതുകൊണ്ട് അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക, ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിലേതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന് പോകാനുണ്ടാവും, കല്യാണങ്ങളിൽ പങ്കെടുക്കാനുണ്ടാവും, ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുണ്ടാവും, പല കാര്യങ്ങളും, ഒരു വീടുമായിട്ട് സംബന്ധിച്ചിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസിങ്ങുകളായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പല ആഘോഷങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ടുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൽ ഒരു നിങ്ങൾക്ക് പ്ലാനിങ്ങുകൾ നടത്തുന്നതുമായിരിക്കാം. ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നു. ചിലർക്കൊക്കെ ഒരു ഇല്യൂഷൻ വരുന്നതായിട്ടും, അതായത് ഒരു വ്യക്തത ഇല്ലാതെ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ചിലർക്കൊക്കെ പല കാര്യങ്ങളും, ഇപ്പം ജോലിയുടെ കാര്യത്തിലായാലും പല കാര്യങ്ങളും പല അവസരങ്ങളും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും അറിയാം. പക്ഷേ അതിൽ എന്ത് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പല അവസരങ്ങളുമുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.
ചിലർക്കൊക്കെ ഒരു എന്താണ് പല കാര്യങ്ങളും, അതായത് പല കാര്യങ്ങളും വെറുതെ ദിവാസ്വപ്നം പോലെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന ഒരു എനർജിയും കൂടി ഇവിടെയുണ്ട്. ഓക്കെ, ചിലർക്കൊക്കെ എന്താണ് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ കല്യാണങ്ങളിൽ പങ്കെടുക്കാനും വീടുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ, ഹൗസ് വാമിങ്ങിനായാലും പരിപാടികളിൽ പല ആഘോഷങ്ങളിലും പങ്കെടുക്കാനുള്ളതായിട്ടും പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളതായിട്ടും ഇങ്ങനെയുള്ളതൊക്കെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അംഗീകാരമൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക. അതുപോലെ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, എനർജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പലരും സറണ്ടർ ചെയ്യുന്നതായിട്ടും അമ്പലങ്ങളിലൊക്കെ പോകാനും ആരാധനാലയങ്ങളിൽ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു കൺട്രോളിങ് മെൻറ്റാലിറ്റി ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു സണ്ണിൻ്റെ എനർജി പലർക്കും ലഭിക്കുന്നുണ്ട്. വളരെയധികം ഹാപ്പി ആയിട്ട് ഹീൽഡായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ വളരെയധികം പാഷനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്? റിമൈൻ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, എല്ലാം പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാം സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോസിറ്റീവായിരിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയവും കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സമയം കടന്നു പോകും അല്ലേ? ആർക്കാണ് വിഷമങ്ങളില്ലാത്ത? എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പലർക്കും സർജറിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്ന അവരുടെ എനർജി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റാതെ നിങ്ങൾ എന്താണോ, നിങ്ങൾ ആരാണോ ആ ഒരു രീതിയിൽ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അവരോട് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് ഇവിടെ പറയുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. കോംപ്രമൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തികളുണ്ടാവും. പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും അതുപോലെ കോംപ്രമൈസ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ്, ഒന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതിലെല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ എന്നും ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. അതിൽ നിന്ന് മാറാനും വേണ്ടിയിട്ടാണ് ഗൈഡൻസ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വരുമ്പോഴൊന്ന് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, റിമൈൻ പോസിറ്റീവ് ഓൾവേസ്. അപ്പോൾ എല്ലാത്തിനും, എല്ലാ ബ്ലെസ്സിങ്സിനും എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക, വളരെയധികം എനർജറ്റിക് ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.